നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. തൃശൂർ പാലപ്പിള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാനക്കുട്ടി ചരിഞ്ഞു. ഫോറസ്റ്റ് അധികൃതർ കയറ്റിവിടാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിഫലമായി. വേൾഡ് റോബോട്ടിക്സ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മാള ഹോളി ഗ്രേസ് അക്കാദമിയിലെ സഹോദരിമാർ 3ാം സ്ഥാനം നേടി. വെള്ളത്തിലും കരയിലും സഞ്ചരിക്കുന്ന 2 റോബോട്ടുകളാണ് ഇവർ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത്. വാർത്തകൾ വിശദമായി. തൃശൂർ പാലപ്പിള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാനക്കുട്ടി ചരിഞ്ഞു. എലിക്കോട് റാഫി എന്നയാളുടെ കക്കൂസ് കുഴിയിലാണ് കാട്ടാന വീണത്. രാവിലെ 8 മണിയോടെ നാട്ടുകാരാണ് കാട്ടാനക്കുട്ടി സെപ്റ്റിക് ടാങ്കിൽ വീണത് കണ്ടത്. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. ആനയുടെ പിൻകാലുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. പാലപ്പിള്ളി റേഞ്ച് ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി JCB എത്തിച്ച് കുഴിയിടിച്ച് ആനയെ ഉയർത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും കുഴിയിൽ വീണ് സാരമായി പരിക്കേറ്റ ആന ചരിയുകയായിരുന്നു. വേൾഡ് റോബോട്ടിക്സ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മാള ഹോളി ഗ്രേസ് അക്കാദമിയിലെ സഹോദരിമാർ 3ാം സ്ഥാനം നേടി. ഇവർ നിർമ്മിച്ച റെസ്ക്യൂ ക്ലീൻ റോവേഴ്സ് എന്ന റോബോട്ടിക്സ് പ്രൊജക്റ്റാണ് ഈ വലിയ നേട്ടത്തിന് അർഹരാക്കിയത്. വെള്ളത്തിലും കരയിലും സഞ്ചരിക്കുന്ന 2 റോബോട്ടുകളാണ് ഇവർ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത്. ടർക്കിയിൽ വെച്ച് നവംബർ 28 മുതൽ 30 വരെ നടന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റോബോട്ടിക്സ് ചാമ്പ്യൻഷിപ്പുകളിലൊന്നായ വേൾഡ് റോബോട്ടിക്സ് ഒളിമ്പ്യാഡ് ഫൈനലിൽ ഫ്യൂച്ചർ ഇന്നോവേറ്റേഴ്സ് വിഭാഗത്തിലെ എലമെന്ററി കാറ്റഗറിയിൽ 94 രാജ്യങ്ങളിൽ നിന്നുള്ള ലോകത്തിലെ ടെക്സാവികളായ മികച്ച കണ്ടുപിടുത്തക്കാരുമായി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേരളത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ച ടീം അംഗങ്ങൾ ഹോളി ഗ്രേസ് അക്കാദമിയിലെ സഹോദരികളായ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി കാത്തലിൻ മേരി ജീസണും 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ക്ലെയർ റോസ് ജീസണുമാണ് മത്സരിച്ച് ഗോൾഡ് മെഡലോടെ 3ാം സ്ഥാന ജേതാക്കളായത്. ഇവർ നിർമ്മിച്ച റെസ്ക്യൂ ക്ലീൻ റോവേഴ്സ് എന്ന റോബോട്ടിക്സ് പ്രൊജക്റ്റാണ് ഇവരെ ഈ വലിയ നേട്ടത്തിന് അർഹരാക്കിയത്. വെള്ളത്തിലും കരയിലും സഞ്ചരിക്കുന്ന 2 റോബോട്ടുകളാണ് ഇവർ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത്. വെള്ളപ്പൊക്ക അടിയന്തര സാഹചര്യങ്ങളിലും പരിസ്ഥിതി ശുചീകരണം മെച്ചപ്പെടുത്തുന്നതിനും ഉതകും വിധമാണ് ഇവർ ഈ റോബോട്ടുകൾക്ക് രൂപകൽപ്പന നൽകിയിരിക്കുന്നത്. ഈ റോബോട്ടുകൾക്ക് GPS സംവിധാനം വഴി ലൊക്കേഷൻ കൈമാറുന്നതിനും തത്സമയ ക്യാമറ ഫീഡ്, പരിസ്ഥിതി ഡാറ്റ തുടങ്ങിയവ നൽകുവാനും സാധിക്കും. ഇവരുടെ ഈ മികച്ച കണ്ടുപിടുത്തത്തിന് പേറ്റന്റിനായി ഇന്ത്യ ഗവൺമെന്റിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് കൊച്ചുമിടുക്കികളായ ഇവർ. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂണിക് വേൾഡ് റോബോട്ടിക്സും അവരുടെ മെന്ററായ അഖില ആർ ഗോമസും മത്സരത്തിൽ പങ്കെടുക്കാൻ ഇവർക്ക് പ്രത്യേക പരിശീലനം നൽകി. മീഡിയ ടൈം, മാള. കുട്ടനല്ലൂർ മേൽപ്പാലത്തിന്റെ ഡിവൈഡറിലിടിച്ച് നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. വാടാനപ്പള്ളി സ്വദേശി പുത്തൻപുരയിൽ വീട്ടിൽ 49 വയസ്സുള്ള ഫൈസലാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം. മണ്ണുത്തി ഭാഗത്ത് നിന്ന് വന്നിരുന്ന ഓട്ടോറിക്ഷ ഡിവൈഡറിലിടിച്ച് മറിയുകയായിരുന്നു. ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മാള ചക്കാമ്പറമ്പ് വിജ്ഞാനദായിനി സഭ, ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബ്ബ്, കൃപ ബോൺ ഇൻഡസ്ട്രീസ്, നീറ്റ ജലാറ്റിൻ, കൊച്ചി ഗിരിധർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അപ്പോളോ അഡ്ലക്സ് ആശുപത്രി, സൈറ്റ് സർവേഴ്സ് ഇന്ത്യ എന്നിവയുടെ സഹകരണത്തോടെ കാർഷിക മേളയും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക മേള മെഡിക്കൽ അവാർഡ് വിതരണം മനുഷ്യനും മണ്ണുമായി ബന്ധപ്പെട്ടതിനായിരിക്കും ഒറ്റ പരിപാടിയായി സംഘടിപ്പിച്ചതെന്ന് മനസ്സിലാക്കുന്നു. സാമൂഹ്യ നന്മയാണ് എല്ലാ സംഘടനയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം റോട്ടറി ക്ലബ്ബും ചക്കാമ്പറമ്പ് വിജ്ഞാനദായനി സഭയുമല്ല നിരന്തരം പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ നേത്ര പരിശോധനയും ജനറൽ ചെക്കപ്പും നടക്കുന്നുണ്ട്. ആരോഗ്യ കാര്യങ്ങൾ മലയാളികൾ വളരെയധികം മുൻപന്തിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആയുർദൈർഘ്യം വർദ്ധിച്ചു വരികയാണ്. നമുക്കറിയാം, പണ്ട് 60-70 വയസ്സുള്ള വയസ്സിലും ജോലി ചെയ്യാൻ പറ്റാത്തവരുമായി തീർന്നിരിക്കുന്നു. ഇന്ന് ആ കാലഘട്ടം മാറി 60-70 വയസ്സുള്ളവർ ചുറുചുറുക്കോടെ നല്ല രീതിയിൽ ഓടി നടക്കുകയാണ് ചെയ്യുന്നത്. അവർ ആരോഗ്യ മേഖല മെച്ചപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരം മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് PD ദിനേശ് അധ്യക്ഷത വഹിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, വിജ്ഞാനദായിനി സഭ പ്രസിഡന്റ് CD ശ്രീനാഥ്, പഞ്ചായത്ത് അംഗം ജിയോ കൊടിയൻ, പോളി സെബാസ്റ്റ്യൻ, അനീഷ് കുഞ്ഞപ്പൻ, CA അഭിലാഷ്, ബിനിൽ പ്രതാപൻ എന്നിവർ സംസാരിച്ചു.
വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ AIYF മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ടൗണിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. KA അഖിലേഷ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള പുനരധിവാസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകളോ ഈ ദുരന്തത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുമാത്രമല്ല, ഈ ഒരു സമരത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം BJPക്ക് വേണ്ടി എല്ലാ സഹായവും, എല്ലാ തരത്തിലുള്ള സാമ്പത്തിക സഹായവും നൽകുന്ന ഗൗതം അദാനി എന്ന് പറയുന്ന ഒരു കാട്ടുകള്ളനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പാർലമെന്റിൽ പോലും ന്യൂയോർക്ക് ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചിട്ടുള്ള അറസ്റ്റ് വാറന്റ് അതിനുപോലും വിട്ടുകൊടുക്കാതെ പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമ്മതിക്കാതെ BJP ഗവൺമെന്റ് ഗൗതം അദാനിയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രമ്യ ശ്രീജേഷ് അധ്യക്ഷത വഹിച്ചു. MK ബാബു, VS ഗോപാലകൃഷ്ണൻ, PS അഭിലാഷ്, PS സനീഷ് കുമാർ, അഭിലാഷ് മോഹൻ, ലിബിൻ പ്ലാക്കൽ, അഡ്വക്കേറ്റ് സച്ചിൻ ദേവ്, പ്രിൻസ് കാച്ചപ്പള്ളി, MS അശ്വതി, KS അതുൽ, ഷിൻഡോ എടാട്ടുകാരൻ, KG നിതിൻ, ഹിരൺ ഹരിദാസ്, സുരേഷ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പാലപ്പിള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാനക്കുട്ടി ചരിഞ്ഞു. ഫോറസ്റ്റ് അധികൃതർ കയറ്റിവിടാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിഫലമായി. വേൾഡ് റോബോട്ടിക്സ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മാള ഹോളി ഗ്രേസ് അക്കാദമിയിലെ സഹോദരിമാർ 3ാം സ്ഥാനം നേടി. വെള്ളത്തിലും കരയിലും സഞ്ചരിക്കുന്ന 2 റോബോട്ടുകളാണ് ഇവർ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.